എന്താ കാരണം അവരെ കെട്ടിച്ചു വിട്ട മോളിനെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരിക? നിങ്ങക്ക് അവിടെ വേറെ പണിയൊന്നും ഇല്ലേ? അല്ല, എന്നാലും വീട്ടിൽ കുറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് കൊണ്ടുവന്നത്. ഓ, ഈ മാങ്ങയും തേങ്ങയും ചക്കയില്ലാണ്ടേ അടയ്ക്കും കുരുമുളകൊന്നുമില്ലേ? ഇടയ്ക്കൊക്കെ അതും കൊണ്ടുവരും. എന്തായാലും വന്നല്ലേ, ബാക്കി കൊണ്ടുവച്ചിട്ടേ ഒരു ചായയും കുടിച്ചിട്ട് വേഗം പോവാൻ നോക്ക്. അച്ഛാ, ഏട്ടാ ഒന്ന് വേഗം ഇറങ്ങ്. ഒറ്റ മിനിറ്റ്, ഇതാ വരുന്നു. സാധനം എടുക്കാണ്ടോ? എടാ, നീ എങ്ങോട്ട് പോവാൻ നിക്ക? ഇവളുടെ അച്ഛൻ ഇവിടെ തലയിറങ്ങി വേണ്ടിട്ട് ഹോസ്പിറ്റലാക്കിയത് അമ്മയ്ക്ക് അറിയുന്നല്ലേ, പിന്നെന്താ എവിടെ പോകുന്നു ചോദിക്കുന്നത്? ഇപ്പൊ അവളുടെ അനിയത്തി അമ്മയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. മൂപ്പർക്കേ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, സർജറി വേണമെന്നാ പറഞ്ഞത്. എന്തായാലും ഇപ്പൊ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണം. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നമ്മ, ഒക്കെ പോവാന്നൊക്കെ. ഓ, ഇങ്ങനൊരു മണ്ടലായി പോയല്ലോ. ഇത്രയും വലിയ ഹോസ്പിറ്റലല്ലേ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്. കുറഞ്ഞത് 5-6 ലക്ഷമെങ്കിലും വേണ്ടി വരില്ലേ? ആ കിളവന് ഈ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇവിടെ തലകറങ്ങി വീഴാൻ വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെലവൊക്കെ വരുമ്പോ നോക്കുമല്ലോ. വല്ലാത്തൊരു കുടുംബം തന്നെ. അതിന് ഒത്തുതുള്ള നീയും കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചോട്ടോ. ഏത് നേരം നോക്കിയാലും എന്റെ കുടുംബത്തിന് താഴ്ത്തി കെട്ടിയാണല്ലോ നിങ്ങൾ ഓരോന്ന് പറയുന്നത്. നിങ്ങളൊന്ന് 5 പൈസ ഞങ്ങൾക്ക് ആവശ്യമില്ല. കുടുംബത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ആദ്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടക്കയും തേങ്ങയും വിറ്റ് കിട്ടുന്ന പൈസക്കല്ലേ ഇതൊക്കെ എടുക്കാൻ നിൽക്കണ്. വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ, അതന്നെ ധാരാളമാ. മാസം 400-500 രൂപ മുതൽ തൊട്ടേ പ്രീമിയം തുടങ്ങുന്നുണ്ട്. 1 കോടി വരെയൊക്കെ കവറേജും കിട്ടും. അതിൽ തന്നെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ കമ്പയർ ചെയ്തിട്ടേ ഇഷ്ടം എടുക്കുക. ഇത്രയും കാലമായിട്ട് ഞാൻ പോലും ഒന്നും എടുത്തില്ലമ്മേ. പിന്നെ ഇവിളാ പറഞ്ഞത് ബയോലൊരു ലിങ്ക് ഉണ്ട്, അതിലൂടെ പോയാലേ 25% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പം എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ആസ്മ, BP, തൈറോയിഡ്, ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്ക് 1ാമത്തെ ദിവസം മുതൽ തന്നെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഇതിലുണ്ട് അത്രേ. പിന്നെ നമ്മുടെ അരുണിനെ പോലുള്ള പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെ കുറഞ്ഞ ചെലവിൽ എടുക്കാനും പറ്റും. പിന്നെ നോക്കിയില്ലേ, ആ സ്പോട്ടിൽ തന്നെ എടുത്തു. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഇത് എടുത്തില്ലെങ്കിൽ മുടിഞ്ഞു പോവും. എന്തായാലും നന്നായി. പിന്നെ ഈ ഭാര്യന്റെ അച്ഛനെ നോക്കുന്നത് മരുമോന്റെ കടമയൊന്നുമല്ല. അതുകൊണ്ട് നീ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിട്ടേ വേഗം വന്നിട്ട് ഉച്ചയ്ക്കെങ്കിൽ ഉച്ചയ്ക്ക് ജോലിക്ക് കയറാൻ നോക്ക്. നല്ല അമ്മ. 2 മാസം വീണിട്ടേ എണിച്ചു നടക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഇട്ട് കിടന്ന് ഓർമ്മയുണ്ടോ? അന്നേരം നോക്കാൻ വേണ്ടി അമ്മയുടെ ഒരു പെൺമക്കളും വന്നില്ലല്ലോ. എന്റെ ഭാര്യയാണമ്മേ അത്രയും ദിവസം ലീവ് എടുത്ത് അമ്മനെ പൊന്നുപോലെ നോക്കിയത്. അപ്പൊ അവളുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയാ നോക്കേണ്ടത് മരുമകനായ എന്റെ കടമ തന്നെയാണ്. ഒന്ന് എണീറ്റ് നടക്കാനാകുമ്പോഴേക്കും എല്ലാം മറന്നൂല്ലേ. കുറച്ചുകൂടി നന്ദി കാണിക്കമ്മേ. നീ പാടോ.